നമസ്കാരം. ഇന്ന് പല സ്ത്രീകളും നിശബ്ദമായി വളരെ സൈലന്റായി അനുഭവിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ അപബാഹുകം എന്നാണ് ആയുർവേദത്തിൽ വിളിക്കുക. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അലോപ്പത്തിക് നോളജിൽ അത് ഫ്രോസൺ ഷോൾഡർ എന്നാണ് അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ അപബാഹുകം എന്നത് ഒരു സന്ധി പ്രശ്നത്തെക്കാൾ കൂടുതലായിട്ടാണ് ഇതിൽ പ്രൊജക്ട് ചെയ്യുന്നതും അതിനെ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. ഇത് വാതദോഷത്തിന്റെ ഒരു തകരാറിനെയാണ് റിസംബിൾസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് തോളിൽ വാദം ഡിസ്റ്റർബ് ആവുന്നു അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് പറയാം, മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും വലിപ്പത്തിലാണ് അതിനെ പറയുന്നത്. ഈ പ്രശ്നം ശരിക്കും ദൈനംദിന ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കുന്നതാണ്. മുടി ചീകുന്നത് തൊട്ട് ഒരു കുഞ്ഞിനെ എടുക്കുന്നത് വരെ ഈ പ്രശ്നം വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ ആയുർവേദത്തിലൂടെ ഇത് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുമെന്ന് നല്ല രീതിയിൽ ഡേറ്റാബേസ് വെച്ചിട്ട് കണക്ക് പറയാൻ പറ്റും. നമുക്ക് ഇത്ര പേര് ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇതെല്ലാം വളരെ സർവ്വസാധാരണമായി ഇത് ആരും സൈലന്റ് ആയിട്ട് അനുഭവിക്കുകയും ഇതിന് മറ്റെവിടെയും പരിഹാരമില്ലാത്തപ്പോൾ ആയുർവേദത്തിൽ വരികയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഇത് ക്രമേണയാണ് ഇത് ആരംഭിക്കുക. ഒരു ഒറ്റ ദിവസമല്ല, ഇത് മെല്ലെ കൂടുകയും മെല്ലെ വഷളാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് പ്രസവാനന്തര കാലത്തെ ഒരു വീക്ക്നെസ്, അതുപോലെ തന്നെ മെനോപോസ് സമയത്തുള്ള ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ, പിന്നെ ഡയബറ്റിക്സിന്റെ ഒരു ക്രോണിക് ആയിട്ടുള്ള അവസ്ഥകളുടെ സങ്കീർണമായിട്ടുള്ള ഒരു സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ജീവിതശൈലിയും ഉറക്കവും ഉറക്കത്തിന്റെ ഒരു പോസ്റ്റർ കറക്ഷനും ഒക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇത് തണുപ്പ് കൂടുന്ന സമയത്ത് കൂടുതൽ AC ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ തണുപ്പുള്ള ക്ലൈമറ്റ് മാത്രമല്ല, തണുപ്പുള്ള കാലാവസ്ഥയും അല്ലെങ്കിൽ അത് AC പോലുള്ളതൊക്കെ അമിതമായി ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ സർവ്വസാധാരണമായി കാണുന്നതാണ്. ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോളിന് അനക്കാൻ പറ്റാത്ത അത്രയും വേദന അനുഭവപ്പെടുക, കൈകൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ പോലും ഉയർത്താൻ പറ്റില്ല. നമുക്ക് ഇത്രയും അവരോട് പറയുന്നുണ്ട്, നമ്മൾ ഇത്ര നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പൊക്കി നോക്കാൻ പറ്റുമോ, പറ്റത്തില്ല അവർക്ക്. പിന്നെ രാത്രിയിൽ പ്രത്യേകിച്ച് നല്ല പോലെ വേദന കൂടും. പിന്നെ നമുക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു സാധനം ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും, കൈകൾ ഉയർത്താനുള്ള പാടുണ്ട്. സ്ത്രീകളാണ് ഇതിന്റെ മിക്കപ്പോഴും ഉള്ള ഒരു വിക്ടിംസ്. ഇത് പലപ്പോഴും അവരെ ശ്രദ്ധിക്കാതെ തന്നെ അവർ ഈ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആവുന്നത് വരെ ഇത് വെച്ചുകൊണ്ടിരിക്കും. കാരണം അപ്പോഴേ അത് ശ്രദ്ധിക്കത്തുള്ളൂ, അതുവരെ ഇതൊരു ചെറിയ കാര്യമായിട്ട് കൊണ്ടുപോകും. പക്ഷെ ഈ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ മാത്രം വളരെ ശ്രദ്ധ നേരത്തെ വേണ്ടത്. ഇതിനെ പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഇതിന് ട്രീറ്റ്മെന്റിൽ പോവുകയാണ് ഏറ്റവും നല്ലത്. ആയുർവേദത്തില് ശരിക്ക് അപബാഹുകം എന്ന് പറയുന്നത് ഒരു വാദവ്യാധിയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പൊ ഈ വർദ്ധിച്ചു നിൽക്കുന്ന വാദത്തിൽ നിന്നാണ് ഈ പറഞ്ഞ അവസ്ഥ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ചികിത്സ എന്ന് പറയുന്നത് എപ്പോഴായാലും ഈ വാദത്തിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രായം കൂടുന്തോറും ഇതും അൺകൺട്രോൾഡ് ആണ്. അപ്പൊ എത്രയും ഈസി ആയി നേരത്തെ ചെയ്യുന്നത് അത്രയും നല്ലത്. ഇതിന്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുക, ഇതിന്റെ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കുക, ഇതിന്റെ ഒരു സിവിയാരിറ്റി കുറയ്ക്കാൻ ഏറ്റവും ആദ്യമേ തന്നെ പ്രൈമറി സ്റ്റേജിലൊക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇതിനൊക്കെ കൃത്യമായിട്ടും പെയിൻ കില്ലേഴ്സ് അല്ലാതെ മാനേജ് ചെയ്യുന്ന, അല്ലാതെ സ്റ്റിറോയിഡ്സ് ഒക്കെ അല്ലാതെ അലോപ്പതി ഇല്ല. പക്ഷെ ഇത് ക്ലിയർ ആയിട്ട് ഒരു പ്രൈമറി സിംറ്റം പോലെ നമ്മൾ ആദ്യമേ കാണുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ 100% മാറ്റാൻ പറ്റും. ആയുർവേദത്തിലെ സ്നേഹപാനം എന്ന് പറയും. അതിനെ കുറച്ചുകൂടെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുകയും ധന്വന്തരം, മുറിവെണ്ണ, പിന്നെ കൊട്ടൻ ചുക്കാതി ഇതുപോലുള്ള എണ്ണയൊക്കെ വെച്ചിട്ടുള്ള സ്നേഹനം, അഭ്യംഗം ആയുർവേദമായിട്ട് ബന്ധപ്പെടുത്തി അറിയുന്നവർ നന്നായിട്ട് തിരുമുഖം ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇവർക്ക് ശോധന തെറാപ്പി ചെയ്യേണ്ടവർ. ശോധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാഠിന്യം ഒഴിവാക്കാനായിട്ട് ഈ പ്രദേശത്ത് നല്ല രീതിയിൽ എണ്ണ വെച്ച് തിരുമിയതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്യണം. പിന്നെ വയറ് ക്ലീൻ ആക്കി കൊടുക്കുക, ബസ്തി ചെയ്യുക. വസ്തി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് എനിമ പോലെയാണ് അത് ചെയ്യുക, വസ്തി തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് എണ്ണ കയറ്റി അതിനെ വാദത്തിനെ ശമിപ്പിക്കാൻ കൃത്യമായിട്ടും അതൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ആയുർവേദത്തെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു നോളജ് വേണം. ആയുർവേദം അറിയത്തില്ലാത്തവർക്ക് ഇത് വളരെ പുതിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ വസ്തി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ടുമാറാത്ത കേസുകൾക്ക് പോലും നല്ല ഒരു അതായത് പ്രധാന ചികിത്സയാണ്, നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് വസ്തി ട്രീറ്റ്മെന്റ് ഒക്കെ. അപ്പൊ സ്കിൻ ഡിസീസുകളാവട്ടെ, വാതകോപമുണ്ട്, വാദത്തിനുള്ള പ്രൈമറി ട്രീറ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്.
നല്ല 100% റിസൾട്ട് കിട്ടുന്നതുമാണ് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇവിടെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ യോഗ പോലുള്ളതാണ്. അതായത് ചുവരിൽ ചാരി നിൽക്കുകയും ഷോൾഡർ മൊബിലിറ്റി എക്സസൈസും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കുക. സ്ട്രെച്ചസുകൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൃത്യമായിട്ടും ഇവർക്ക് ഉള്ളിലേക്ക് മരുന്നുകൾ ഇവർക്ക് കൃത്യമായിട്ട് കഴിക്കണം. ഒരു കോമൺ ആയിട്ട് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ആയുർവേദ ഡോക്ടർമാരും പ്രാക്ടീസ് ചെയ്യുന്നത് രാസ്ന സപ്തകം കഷായം, പിന്നെ മഹാരാസ്നാദി കഷായം, പിന്നെ മഹായോഗരാജ ഗ്രൂപ്പ് പോലുള്ളവ ഒരു വളരെ കോമൺ പ്രോട്ടോകോൾ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അനുഭവിക്കുന്ന ആളുടെ വ്യക്തിഗതമായിട്ടുള്ള പ്രകൃതിയും വരും. കാരണം വാതപിത്ത കഫം ഇതിന്റെ ഒരു കോമ്പിനേഷൻ പ്രകൃതിയുണ്ട്. ഇവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് ഏതാണോ മരുന്നുകൾ പറ്റുക അതെല്ലാം ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇവരോട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇവർ കഴിക്കാൻ പാടില്ലാത്ത ഒരു ആഹാരം എന്നൊക്കെ പറയുന്നത് തണുത്തതും ഉണങ്ങിയതും പഴുകിയതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. നെയ്യ് ചേർത്ത ആഹാരങ്ങൾ, കുറച്ചുകൂടെ പച്ചക്കറി ഫൈബേഴ്സ് കൂടുതലായിട്ട് പറ്റുന്ന ആഹാരങ്ങൾ കഴിക്കുക. ഒരു വയറിന് ഈസിനെസ് ആയിരിക്കണം ഈ സാധനം ദഹിപ്പിക്കാനും ഒക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് വളരെയധികം ഉപകാരം ചെയ്യും. പിന്നെ പരമാവധി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളം മാത്രമാണ് ഇവരോട് കുടിക്കാൻ പറയുക. കഞ്ഞി, ചെറിയ ചൂടുള്ള കഞ്ഞിയും പിന്നെ നെയ്യും പച്ചക്കറിയും ഒക്കെ ആ പ്ലേറ്റ് കാണാൻ നല്ല ഭംഗിയായിട്ട് കളേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും. പിന്നെ ഞാൻ ഈ പറയുന്ന കോണ്ടന്റുകൾ ഒരു കാരണവശാലും സ്വന്തമായിട്ട് മരുന്ന് കഴിച്ച് എനിക്ക് ഈ ലക്ഷണങ്ങളുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഈ മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ടേംസ് ആയുർവേദ ഡോക്ടറിനോട് എപ്പോഴും ചെല്ലുമ്പോഴും ഇപ്പൊ എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ ഞാൻ അവരോട് ഈ ടേംസ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അപബാഹുവാണ് ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് ക്ലിയർ ചെയ്യാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. അപബാഹും എന്ന് പറയുന്നത് ഒരു വലിയ അവസ്ഥയല്ല, നിങ്ങളുടെ ആത്മവിശ്വാസം കവർന്നെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമേ ഇല്ല. അപ്പോൾ ഈ പറയുന്ന അവസ്ഥയുള്ളവര് ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുകയോ അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ട്രീറ്റ്മെന്റുകൾ എടുക്കുക. മസ്കുലോ സ്കെലിറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നോക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രം നോക്കുക. പേഴ്സണലൈസ് ആയിട്ട് അവിടെയും ഒരുപാട് പേഴ്സണലൈസേഷൻ ഉണ്ട്. മരുന്നുകൾക്ക്, കഴിക്കുന്ന ജീവിത രീതിക്ക്, ഭക്ഷണ രീതിക്ക്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഒക്കെ തോള് വേദനയുമായി ബന്ധപ്പെട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ഹെൽപ്പ് അവർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുക. എത്രയും നേരത്തെ അവർക്ക് വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അവർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വായിക്കുന്നുണ്ടാവും. പരമാവധി എനിക്കറിയാവുന്ന പോലത്തെ ഉത്തരങ്ങൾ ഞാൻ തരാൻ ശ്രമിക്കാം. എന്തെങ്കിലും കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിന്റെ ലിങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കാം. അതിനകത്ത് ജോയിൻ ചെയ്യുക. ധാരാളമായിട്ട് ചോദിക്കാം. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാൻ ശ്രമിക്കട്ടെ. ബൈ ബൈ.